തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ റിപ്പോർട്ട് നൽകി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. ചാലക്കുടി കൂടപ്പുഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ വ്യാപാരി എലിഞ്ഞിപ്ര സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ചാവക്കാട് തിരുവത്രയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും നൽകും. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ മാർച്ച് നടത്തി. കർഷകർക്ക് ലഭിക്കാനുള്ളത് 10.5 കോടിയിലധികം രൂപ. നമസ്കാരം, ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല പ്രാഥമിക യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ പൂരം പഴയ കാലത്തേതുപോലെ ജനങ്ങളുടെ പൂരമായി മനോഹരമായി നടത്തുമെന്നും കഴിഞ്ഞ തവണ ഹിതമല്ലാത്ത നടന്നുവെന്നും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പൂരത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ രൂപരേഖ തയ്യാറാക്കി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പുനഃക്രമീകരണത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗം ചേർന്നതെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത ഡോക്യുമെന്റാക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കുമെന്നും ഇതിൽ സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പൊതുസാധ്യതകൾക്കും വിധേയമാക്കുന്ന വിധത്തിൽ നിയമത്തിന്റെ പിൻബലത്തിൽ കോടതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പി ബാലചന്ദ്രൻ MLA, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, പെസോ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പെസോയിലെ തന്നെ കെമിക്കൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി, എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ, ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ, ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും. പക്ഷേ കാലേക്കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പരിശോധന നടത്തി. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ജില്ലാ കളക്ടർ, പെസോ ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരും പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ചേരുകയാണ്. അഭിജിത്ത്, കുറച്ചു വർഷങ്ങളായി പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളുണ്ട്. കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ തേക്കിൻകാട് മൈതാനം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വെടിക്കെട്ടുമായി പ്രധാനമായും പൂരത്തിന്റെ സമയത്ത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. ഓരോ വർഷവും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളിൽ അമിതമായിട്ടുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കാഴ്ചക്കാരെ സംബന്ധിച്ച് വലിയ നിരാശയായിരുന്നു ഉണ്ടായിരിക്കിയത്. അപ്പൊ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അതായത് താൻ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ
തൃശൂർ പൂരത്തിന് കൃത്യമായ ഒരു നടത്തിപ്പ് സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ച് എല്ലാ രീതിയിലുള്ള പുനഃക്രമീകരണങ്ങളും അടക്കം നടത്തി പൂരത്തിന് അതിൻ്റെതായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും അതിന് മുൻപായി ഒരു യോഗവും ഒക്കെ തന്നെ വിളിച്ചു ചേർത്തത് മന്ത്രിയുടെ നേതൃത്വത്തിൽ. എന്തായാലും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തൃശൂർ തേക്കിൻകാട് രാവിലെ നടന്ന കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം തേക്കിൻകാട് മൈതാനത്തെത്തുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വെടിക്കെട്ടുകൾ നടക്കുന്ന പറമ്പിൽ, അതായത് തെക്കേ ഗോപുരനട മുതൽ നായ്ക്കനാൽ ഭാഗം വരെയുള്ള പറമ്പുകളിൽ നടന്ന് കൃത്യമായ ദൂരവും അതുപോലെ തന്നെ റോഡും പറമ്പും അമ്പലവും ക്ഷേത്രവും എല്ലാം നിലനിൽക്കുന്ന സ്ഥലത്തെ ചുറ്റിക്കണ്ട് കൃത്യമായ വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം കളക്ടറോടും കമ്മീഷണറോടും അതുപോലെ തന്നെ പെസോയുടെ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഇവരോടെല്ലാം കൂടിയാലോചിച്ച് കൃത്യമായ ഒരു മാർഗരേഖ തയ്യാറാക്കി കോടതിക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കും. ഇതോടുകൂടി വരും വർഷങ്ങളിൽ വെടിക്കെട്ട് സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതത്വവും ഒപ്പം തന്നെ അമിതമായിട്ടുള്ള നിയന്ത്രണവും നമുക്കറിയാം. ദൂരദിക്കിൽ നിന്ന്, അത് വിദേശത്ത് നിന്നടക്കം തൃശൂർ പൂരവും അതിന്റെ വെടിക്കെട്ടും കാണാനായി നിരവധി ആളുകളാണ് ഓരോ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ കാഴ്ചയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള അമിതമായ നിയന്ത്രണമാണ് കഴിഞ്ഞ തവണയിൽ അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം പോലീസിന്റെ അമിതമായ നിയന്ത്രണം കാരണം പ്രധാനപ്പെട്ട മടത്തിൽ വരവ് വരെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ഓരോ വർഷവും ഓരോരോ കാരണങ്ങളാൽ പൂരത്തിന് ഭംഗം വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് കൃത്യമായ കാൽക്കുലേഷനുകൾ നടത്തി മുന്നൊരുക്കം നടത്തി വേണ്ട രീതിയിലുള്ള പുനഃക്രമീകരണം അടക്കം നടത്തി പൂരം അതിന്റെ ഭംഗിക്കും അതേസമയം അതിന്റെ ചിട്ടവട്ടങ്ങൾക്കൊന്നും യാതൊരുവിധമായ കോട്ടവും സംഭവിക്കാതെ തന്നെ വരും വർഷങ്ങളിൽ നടത്താനുള്ള ഒരു ആലോചനയും പരിശോധനയും ഒക്കെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തി. എന്തായാലും അതിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ രീതിയിലുള്ള ഒരു ആശ്വാസവും ഒപ്പം തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമാണ് ഇതോടുകൂടി നൽകുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ പൂരവും വെടിക്കെട്ടും പഴയ രീതിയിൽ തന്നെ അതിന്റെ ഭംഗി കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ദേവസ്വങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കുള്ളത്. സിജി, അഭിജിത്ത്, കാത്തിരിക്കുന്ന പൂരപ്രേമികൾക്കും കാലക്കൂട്ടിയുള്ള ഈ ഒരു ക്രമീകരണങ്ങളും നടപടികളും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അഭിജിത്ത്, വളരെ നന്ദി. മറ്റു വാർത്തയിലേക്ക്. ചാലക്കുടി കൂടപ്പുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ CD പ്ലാസ്റ്റിക്സ് ഉടമ എലിഞ്ഞിപ്ര സ്വദേശി ചിറപ്പണത്ത് 65 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചുമാറ്റിയ ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. ഇതിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളിയായ യുവാവിന് നിസ്സാര പരിക്കേറ്റു. കൂടപ്പുഴ തിരുമാന്താം കുന്നട്ട് ജംഗ്ഷനു സമീപം ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. പരിയാരത്ത് നിന്നും ചാലക്കുടി ടൌണിലേക്ക് പോയിരുന്ന മറ്റൊരു ബൈക്കും ഇതേസമയം ബസിനെ മറികടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം വിട്ട ഫ്രാൻസിന്റെ ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീണു. തലയടിച്ചു വീണ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൂടപ്പുഴ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ബാബു ഇയാളെ ഉടൻ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. ഇലക്ട്രിക് കമ്പികൾ റോഡിൽ പൊട്ടിവീണതറിഞ്ഞ് ഉടനെ KEB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അപകടം ഒഴിവാക്കി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ കമ്മിറ്റി അംഗമാണ് മരിച്ച ഫ്രാൻസിസ്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശികളായ ഇർഷാദ്, ആസിഫ് എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പൊന്നാനി ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയും ചാവക്കാട് നിന്ന് വന്നിരുന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും. ഇതിനായി പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം നൽകും. 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും അതിൽ കുറവുള്ളവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വാടക ഇനത്തിൽ നൽകും. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും വാടക തുക ലഭിക്കും. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൾ കർഷകർ. ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ SBI റീജിയണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. 10.63 കോടി രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് മാത്രം ലഭിക്കാനുള്ളത്. കഴിഞ്ഞ മാർച്ചിലാണ് സപ്ലൈകോ നെല്ല് ഏറ്റെടുത്തത്. പുതിയ സീസൺ ആരംഭിക്കാറായിട്ടും കർഷകർക്ക് കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ പണം ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇത് കൊടുക്കുന്നത് വെറുതെ കൊടുക്കുകയല്ല, ഓരോ കർഷകരിൽ നിന്നും അവന് കൊടുക്കുന്ന പണത്തിന് തുല്യമായ. ചേലക്കരയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ചീപ്പാറ വീട്ടിൽ സിയാദ് സാജിദ ദമ്പതികളുടെ മകൻ 10 വയസ്സുള്ള അസിമാണ് മരിച്ചത്. രാത്രി വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ട് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നതായുള്ള സാമൂഹിക മാധ്യമത്തിൽ വന്ന ദൃശ്യങ്ങൾ സംബന്ധിച്ച് വിഷയം കൌൺസിലർമാരായ ബിജു സി ബേബി, ബീന രവി എന്നിവരാണ് കൌൺസിലിൽ ഉന്നയിച്ചത്. തുറക്കുളം മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിതരണം ചെയ്യുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ എന്നിവർ വ്യക്തമാക്കി. MLA ഫണ്ട് ഉപയോഗിച്ച് മധുരക്കുളത്തിന് സമീപം നഗരസഭ നിർമ്മിക്കുന്ന CV ശ്രീരാമൻ സ്മാരക കെട്ടിട സ്ഥലത്തിന്റെ രേഖയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ വാക്കുതർക്കം നടന്നു. സ്ഥലം റവന്യൂ പുറമ്പോക്കാണെന്ന് വിവരാവകാശ രേഖ ഉയർത്തി കോൺഗ്രസ് കൌൺസിലർമാർ രംഗത്തെത്തി. എന്നാൽ സ്ഥലം നഗരസഭയ്ക്ക് അവകാശപ്പെട്ട സർക്കാർ പുറമ്പോക്കാണെന്ന് ചെയർപേഴ്സണും വാദിച്ചു. വയനാട് പുനരുദ്ധാരണത്തിനായി 10 ലക്ഷം രൂപ നൽകാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. അഗതിയൂർ കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ സമീപത്തെ വലിയ പാറകൾ മേഖലയിലെ നിവാസികൾക്ക് ഭീഷണിയാകുന്നു. പാറയ്ക്ക് വിള്ളലുകൾ ഉള്ളതിനാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് 20ഓളം കുടുംബങ്ങൾ. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS സുമേഷിന്റെ പരാതിയെ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പരിശോധനയിൽ പാറ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്തി. പാറ പൊളിച്ചു നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. പാറയ്ക്ക് അടിവശത്തായി കോൺക്രീറ്റ് റോഡ് പണിതതാണ് വിള്ളൽ രൂക്ഷമാകാൻ കാരണമെന്നും ആരോപണമുണ്ട്. 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് KAP 1ാം ബറ്റാലിയനിലെ തൃപ്പൂണിത്തറ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ PB ബിജു അർഹനായി. തൃശൂർ ഇരിങ്ങാലക്കുട ആനന്ദപുരം സ്വദേശിയാണ്. പറപ്പൂക്കര കൊളത്തൂർ പാടശേഖരത്തിൽ പതിവായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പരിസരവാസികൾക്കും കർഷകർക്കും ദുരിതമായി. ദേശീയപാതയോരത്തുള്ള പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായാണ് രാത്രികാലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. പാടശേഖരത്തിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യം കലരുന്നത് സമീപത്തെ കിണറുകൾ മലിനപ്പെടാനും കാരണമായതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ചെണ്ടവാദ്യകലയുടെ പാരമ്പര്യ തറവാട്ടിൽ നിന്നും മേളപ്പെരുക്കത്തിന്റെ വാദ്യലോകത്തേക്ക് കൊട്ടിക്കയറി അനാമി രഞ്ജിത്ത്. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിലാണ് ആസ്വാദകരെ ആവേശത്തിലാക്കി 4 വയസ്സുകാരി 1 മണിക്കൂറോളം നാദവിസ്മയം തീർത്തത്. പ്രശസ്ത മേള കലാകാരനും 1000-ലധികം ശിഷ്യസമ്പത്തുള്ള മച്ചാട് രഞ്ജിത്തിന്റെ മകളാണ് അനാമിക. ഗുരുവായ രഞ്ജിത്തിനൊപ്പം 3ാം കാലത്തിൽ താളമിട്ടപ്പോൾ അമ്മയും മേള കലാകാരിയുമായ മിഥിലയും മുത്തച്ഛനും പ്രശസ്ത മേള കലാകാരനുമായ മച്ചാട് ഉണ്ണിയും കൂട്ടരും വലന്തയിൽ പുറകിൽ നിന്നു. പഠനം പൂർത്തീകരിച്ച് ഏറ്റവും പുതിയ നിരയിൽ 11 പേരാണ് അരങ്ങേറ്റം കുറിച്ചത്. മച്ചാട് രഞ്ജിത്തിനെയും മച്ചാട് ഉണ്ണിയെയും മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ KA തുളസി ആദരിച്ചു. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ പാലിശ്ശേരി രഘു, AC കണ്ണൻ, സുരേഷ് എംബ്രാന്തിരി, ക്ഷേത്രം ഇളയത് അരീക്കര ഇല്ലത്ത് കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായി. പാർപ്പിട നിർമ്മാതാക്കളുടെ പ്രമുഖ സംഘടനയായ ക്രെഡായ് തൃശൂരിന്റെ 17ാമത് പ്രോപ്പർട്ടി എക്സ്പോ ഈ മാസം 17-18 തീയതികളിൽ തൃശൂർ കാസിനോ ഹോട്ടലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ബജറ്റഡ് ആൻഡ് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ തുടങ്ങിയ പ്രോജക്ടുകളുമായി വിവിധ ബിൽഡേഴ്സിന്റെ സ്റ്റാളുകൾ എക്സ്പോയിൽ അണിനിരക്കും. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും അനുബന്ധ ഗവൺമെന്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രോജക്ടുകൾ പ്രദർശിപ്പിക്കുന്ന എക്സ്പോയിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ്. ക്രഡായ് തൃശൂർ പ്രസിഡന്റ് കെ രാജീവ്, മറ്റു ഭാരവാഹികളായ കെ മധുസൂദനൻ, അബ്ദുൾ ലത്തീഫ്, ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷൺമുഖം കനാലിനു കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയെയും പൂമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളത്തുംപടി പാലം എന്ന ചവിട്ടുപാലം പുനർനിർമ്മിക്കുന്നു. അപകടാവസ്ഥയിലായ നിലവിലെ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ 2024-25 വർഷത്തെ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി പാലം നിർമ്മാണം പൂർത്തിയാക്കും. 5 പടികൾ കയറി വേണം 1 മീറ്റർ വീതിയുള്ള പാലം കടന്ന് പൂമംഗലം പഞ്ചായത്തിൽപ്പെട്ട കനാൽ കിഴക്കേ ബണ്ട് റോഡിലെത്താൻ. പാലത്തിലൂടെ നടന്നുപോകാൻ കഴിയും എന്നല്ലാതെ സൈക്കിൾ പോലും ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഷൺമുഖം കനാൽ കിഴക്കേ ബണ്ടിനു സമീപം എടക്കുളം പെരുവല്ലിപ്പാടം വരെ വഴി വന്നു നിൽക്കുന്നുണ്ട്. ഇത് കിഴക്കേ ബണ്ട് റോഡിലെത്തിച്ച് പാലം കടന്നാൽ വേളൂക്കര പഞ്ചായത്തിലെ ഐക്കരക്കുന്ന് പ്രദേശത്തുള്ളവർക്കും എടക്കുളം കിഴക്കുഭാഗത്തുള്ളവർക്കും എളുപ്പം നഗരത്തിലെത്താൻ സാധിക്കും. ഐക്കരക്കുന്ന് ഭാഗത്ത് താമസിക്കുന്നവർ കോലോത്തുംപടി വഴി ചന്തക്കുന്നിലെത്തിയും എടക്കുളത്തുള്ളവർ ചേലൂർ വഴിയും കിലോമീറ്ററുകൾ താണ്ടി വേണം ഇരിഞ്ഞാലക്കുടയിലെത്താൻ. പാലം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള ചുറ്റൽ ഒഴിവാക്കാൻ ഇരു പഞ്ചായത്തിലുള്ളവർക്കും സാധിക്കും. ചവിട്ടുപാലം പൊളിച്ച് വീതി കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ പാലം പുനർനിർമ്മിക്കണമെന്ന് കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. TCV ഇരിഞ്ഞാലക്കുട. ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മാവ് കടപുഴകി വീണു. തിരുവത്ര കോട്ടപ്പുറം നാലകത്ത് ഹനീഫയുടെ വീടിന്റെ മുൻവശത്തുള്ള മാവാണ് കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. മറ്റത്തൂർ കൊടുങ്ങയിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു. കൊടുങ്ങ വെള്ളിക്കുളങ്ങര റോഡിന്റെ വശത്തും പോത്തൻചിറ അമ്പനോളി റോഡിലും തെരുവുനായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നതിനാൽ ഭയന്നാണ് നാട്ടുകാർ ഇതുവഴി കടന്നുപോകുന്നത്. തെരുവുനായ് ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി ശംഭുനാഥ് കർമാഗറാണ് പിടിയിലായത്. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിനു സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടിയുടെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കരച്ചിൽ കേട്ട് നാട്ടുകാരെത്തി ശംഭുനാഥിനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. അമല മെഡിക്കൽ കോളേജിന്റെ ഫൗണ്ടേഴ്സ് ഡേ ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് അമല മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഫൗണ്ടേഴ്സ് ഡേ ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള 3 പേർക്ക് അമല ഫൗണ്ടേഴ്സ് ഡേ ഹെൽത്ത് കെയർ അവാർഡുകൾ സമ്മാനിക്കും. മികച്ച ഡോക്ടർക്കുള്ള ഫാദർ ഗബ്രിയേൽ മെമ്മോറിയൽ അവാർഡ് ധർമ്മപുരി ധർമ്മപുരി ജില്ലയിൽ ട്രൈബൽ മേഖലയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ റെജി ജോർജ്, ഡോക്ടർ ലളിത റെജി എന്നിവർ അർഹരായി. നഴ്സിംഗ് വിഭാഗത്തിനുള്ള ഫാദർ പയസ് മെമ്മോറിയൽ അവാർഡ് ചണ്ഡീഗഡിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഡോക്ടർ മഞ്ജു ദണ്ഡപാണിക്കും, പാരാമെഡിക്കൽ സ്റ്റാഫിനുള്ള ബ്രദർ സേവ്യർ മാളിയേക്കൽ മെമ്മോറിയൽ അവാർഡ് സിസ്റ്റർ ലിസാൻഡോയ്ക്കും സമ്മാനിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമല മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, PRO ജോസഫ് വർഗീസ്, TP ഷാബു, അഡ്വക്കേറ്റ് പിൽജോ വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരിച്ചടിയേറ്റ് ചക്ക ഉൽപ്പന്നങ്ങൾ. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണി പ്രതിസന്ധിയിൽ. സ്ക്വാഷ്, പുട്ടുപൊടി, അലുവ, അച്ചാർ, ചമ്മന്തിപ്പൊടി, ഔലോസുണ്ട തുടങ്ങി നിരവധി വിഭവങ്ങളാൽ സമൃദ്ധമാകാറുണ്ട് ചക്കക്കാലത്തിന് ശേഷമുള്ള അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി. ചക്ക കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യസാധനങ്ങൾക്ക് വിൽപ്പനയിൽ വലിയ തിരിച്ചടി നേരിട്ടുവെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ചക്ക ഇനങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഏജൻസികൾ പലതും ഇതിനകം പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കനത്ത മഴ ഇക്കുറി വിനോദസഞ്ചാരത്തിന് ഏൽപ്പിച്ച ആഘാതത്തെ തുടർന്നാണ് ചക്ക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 4-1 കുറഞ്ഞത്.
കുടുംബശ്രീ പ്രവർത്തകർ പലയിടത്തായി ആരംഭിച്ച ചക്ക ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും നിലച്ച മട്ടാണ്. നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയതും ഇവർക്ക് ദോഷമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ചക്ക ഉൽപ്പന്ന സംരംഭകനായ NK മുരളി വെറ്റിലപ്പാറയിലെ തന്റെ ഗോൾഡൻ ജാഗ് കേന്ദ്രത്തിൽ മോശം അവസ്ഥയാണെന്ന് പറയുന്നു. ജീവനക്കാരെ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് 10 വർഷമായി ചക്ക വിപണന മേഖലയിൽ തുടരുന്ന മുരളി. വിപണി വളരെ മോശമാണ്. വ്യാപകമായിട്ട് ഇങ്ങനെ കേരളത്തില് ചക്ക യൂണിറ്റുകൾ വരലും പൂട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ പിന്നെയാണ് നമുക്ക് സെയിൽ കുറയാൻ കാരണം. സെയിൽ കുറയുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കർഷകർ തിരഞ്ഞെടുക്കുന്ന ചക്കകളുടെ ക്വാണ്ടിറ്റി കുറയും. അതേമാതിരി ഇവിടുത്തെ ജീവനക്കാരെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. പല ആളുകൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വിപണി ഒന്ന് കയറി കിട്ടിയാലാണ് നമുക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കി, കുമളി എന്നിവിടങ്ങളിൽ നിന്നും ഇക്കാലത്താണ് ചക്കകൾ എത്താറുള്ളത്. എന്നാൽ അവിടെയും ഇപ്പോൾ വറുതിയുടെ കാലമാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന സങ്കരയിനം പ്ലാവുകളുടെ ചക്കകളാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആശ്രയം. ഇവ കൊണ്ട് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്തെങ്കിലും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ സംരംഭകർ. TCV ന്യൂസ്, ചാലക്കുടി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തിരംഗയാത്ര നടന്നു. കോലഴിയിൽ നിന്ന് ആരംഭിച്ച തിരംഗയാത്രയുടെ ഫ്ളാഗ് ഓഫ് കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് KN വിനയ്കുമാർ നിർവഹിച്ചു. ഓട്ടുപാറയിൽ നടന്ന സമാപന സമ്മേളനം യുവമോർച്ച വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം ഭാരവാഹികളായ S രാജു, CV അനിൽകുമാർ, EM രാമപ്രസാദ്, KK സുരേഷ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് 49 നമ്പർ MIC അങ്കണവാടി നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നവീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം UY ഷമീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി JJ ഗിരിജ, ICDS സൂപ്പർവൈസർ രാധിക, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ എടത്തിരുത്തി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MCK ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു, സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, സംസ്ഥാന കൌൺസിലർ VK അശോകൻ, യൂണിറ്റ് ട്രഷറർ TK രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നതിൽ സാക്ഷ്യമായി കടലിൽ നിന്നതിൽ ചൂട് മാത്രം മതി. ഇതാണ് പ്രധാനപ്പെട്ട 3. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ കൈകോർത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ 500,000 രൂപ നൽകി. വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച 50,031 രൂപ സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കിന് കൈമാറി. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, മദർ PTA പ്രസിഡന്റ് മുനീറ സുഹൈൽ, വൈസ് പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ, അധ്യാപകരായ സോഫി റാഫി, PTA പ്രസിഡന്റ് ജോസ് വാവേലി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ എറണാകുളം, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ഡാമുകളുടെ റൂൾ കർവുകൾ കൃത്യമായി പാലിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് BJP മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച മിലിറ്ററി ഉദ്യോഗസ്ഥൻ മനോജ് കുമാർ നായക് മണലൂർ മണ്ഡലം യുവമോർച്ച പ്രസിഡന്റ് അഖിൽദാസിന് പതാക കൈമാറി ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷത വഹിച്ചു. സുജിത് പാണ്ടാരിക്കൽ, മനോജ് മാനിന, പ്രവീൺ പറങ്ങാട്ട്, ബിജു പാലുവായ്, സന്തോഷ് പണിക്കശ്ശേരി, MR വിശ്വൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബൈക്ക് റാലി പാവറട്ടി സെന്ററിൽ സമാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കനറ ബാങ്ക് ജീവനക്കാർ കുറുക്കഞ്ചേരി റീജിയണൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ശാഖകളിൽ ആവശ്യത്തിന് സ്ഥിരം ജീവനക്കാരെ നിയമിക്കുക, ഇടപാടുകാർക്ക് സമയബന്ധിതമായ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത ഉദ്ഘാടനം ചെയ്തു. CBSU കേന്ദ്ര കമ്മിറ്റി അംഗം
എ ജയൻ അധ്യക്ഷത വഹിച്ചു. AKBRF സംസ്ഥാന പ്രസിഡന്റ് N സുരേഷ്, ബെഫി ജില്ലാ സെക്രട്ടറി B സ്വർണകുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ഹോളി ഫാമിലി CGHSSലെ സ്കൂൾ തല കലോത്സവം ശ്രദ്ധേയമായി. ഗാനരചയിതാവും ചലച്ചിത്ര പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിജു ആന്റണി, ഫൈൻ ആർട്സ് സെക്രട്ടറി ശ്രീലക്ഷ്മി KS, വൈസ് ചെയർപേഴ്സൺ P ദേവി നന്ദന എന്നിവർ സംസാരിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ പ്രവൃത്തികളുടെ രണ്ടാം പാദ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ, VEOമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മെയ്ഡ് ട്രെയിനിംഗ് കഴിഞ്ഞവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ഹർഘർ തിരങ്കയുടെ ഭാഗമായി യുവമോർച്ച ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ്, യുവമോർച്ച ഇരിങ്ങാലക്കുട ആളൂർ മണ്ഡലം പ്രസിഡന്റുമാരായ MR രാനുദ്, രഞ്ജിത്ത് എന്നിവർക്ക് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, ആളൂർ മണ്ഡലം പ്രസിഡന്റ് PS സുഭീഷ് എന്നിവർ നേതൃത്വം നൽകി. ആളൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച തിരങ്കയാത്ര കൂടൽമാണിക്യം കുട്ടംകുളം ജംഗ്ഷനിൽ സമാപിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ സ്കൂൾ തല പരിപാടി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിൽ നടന്നു. വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാൻസി ഡ്രസ്സും ദേശഭക്തി ഗാന മത്സരവും പ്രസംഗ മത്സരവും നടന്നു. ഹെഡ്മാസ്റ്റർ രാജേഷ്, PTA പ്രസിഡന്റ് ജോഫി, വൈസ് പ്രസിഡന്റ് ഗണേഷ്, SMC ചെയർമാൻ വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ബുധനാഴ്ച വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, പ്രദക്ഷിണം എന്നിവ നടന്നു. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന, ദിവ്യബലി എന്നിവയും നടക്കും. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 18ാം വാർഷിക സമ്മേളനം ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വർഗീസ് തെക്കേത്തല, TM യോഹന്നാൻ, വർഗീസ് എന്നിവർ പങ്കെടുത്തു. എറിയാട് കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, സ്കൂൾ പ്രിൻസിപ്പൽ V സ്മിത, NSS പ്രോഗ്രാം ഓഫീസർ ആരതി, അനീഷ് മാസ്റ്റർ, വിദ്യാർത്ഥി പ്രതിനിധികളായ രഹന, ആബിദ് എന്നിവർ സംസാരിച്ചു. ഇതുവരെ മാത്രമേ ഒല്ലൂർ സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കൃഷി വിജ്ഞാൻ കേന്ദ്ര മേധാവി പ്രൊഫസർ ഡോക്ടർ മേരി റജീന നിർവഹിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ കർമ്മ പരിപാടികളുടെ ഭാഗമായി സൌജന്യ ഡയാലിസിസ് നടത്താനുള്ള തുക വിൻസെന്റ് പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫിക്ക് കൈമാറി. CMC എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ മരിയ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഏഞ്ചൽ മേരി, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിൻസി ജോൺ, PTA പ്രസിഡന്റ് ജോബി ജോണി എലുവത്തിങ്കൽ, റാണി ജോസ് പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിൽ കായിക മത്സരങ്ങൾ നടന്നു. ദീപശിഖ പ്രയാണം സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ ഫ്ളാഗ് ഓഫ് ചെയ്തു. അടാട്ട് പഞ്ചായത്ത് അംഗം VG ഹരീഷ്, PTA പ്രസിഡന്റ് മധു കാര്യാട്ട്, ഹെഡ്മാസ്റ്റർ മനോജ്, കായിക അധ്യാപകൻ സഞ്ജയ് AR എന്നിവർ സംസാരിച്ചു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വേലുപ്പാടം വിശുദ്ധ യൗസ്യപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. കാലക്ഷം പേർ ഊട്ടുതിരുനാളിൽ പങ്കെടുക്കും. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, PRO ബൈജു വാഴക്കാല, ജനറൽ കൺവീനർ മനോജ് കോഴിക്കുന്നേൽ, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽപീടിക തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട്ടിലെയും കോഴിക്കോടിലെയും ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ചെമ്മാപ്പിള്ളി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക കൈമാറി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾക്ക് തുക കൈമാറി.
പ്രധാന അധ്യാപിക KP ബിന്ദു, PTA പ്രസിഡന്റ് PP പ്രജീഷ, സ്കൂൾ ലീഡർ മുഹമ്മദ് യാസിഫ്, കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തുറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. SNBS, SNDP, മുകുന്ദപുരം യൂണിയൻ തുടങ്ങി വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് ഇരിങ്ങാലക്കുടയിൽ ജയന്തി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലഘൂകരിച്ചാണ് നടപ്പാക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ കിഷോർ കുമാർ നടുവളപ്പിൽ, വിശ്വംഭരൻ മുക്കുളം, KK ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ കുടുംബസംഗമം ഈ മാസം 19-ന് തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുടുംബസംഗമം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഭാരവാഹികളായ ജോസ് പുതുക്കാടൻ, റിയാസ് ഇബ്രാഹിം, വർഗീസ് ജോർജ്, PC രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാടിന്റെ പുനരധിവാസത്തിലേക്കായി മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സ്വരൂപിച്ച 1,60,000 രൂപയുടെ ആദ്യ ഗഡു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ രജനി സജീവൻ എന്നിവർ പങ്കെടുത്തു. പാവറട്ടി ലയൺസ് ക്ലബിന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതി ആരംഭിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റീന ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ എൽസോ ആന്റോ, ജെയിംസ് TI, സിജോ കാക്കശ്ശേരി, VS എബി, TT ജോസ്, ക്രിസ്റ്റോ നിക്കോളാസ്, VG ജിംസൺ എന്നിവരും സംസാരിച്ചു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകട ഭീഷണി ഉയർത്തിയ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റി. സ്കൂളിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടപ്പോഴാണ് മരങ്ങൾ മുറിക്കേണ്ടി വന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾ വച്ചുപിടിപ്പിച്ച മദിരാശി മരങ്ങളാണ് ഭൂരിഭാഗവും മുറിച്ചു നീക്കിയത്. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക TL റീന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു, അധ്യാപകരായ ലിമ റോസ്, KG ലീന, സിസ്റ്റർ നിർമ്മൽ, സിസ്റ്റർ പുനീത, പ്രിൻസി എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് രഹിത സ്വാതന്ത്ര്യദിനാഘോഷവുമായി കോടമുക്ക് AMLP സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ്. സ്വാതന്ത്ര്യദിനാഘോഷം പ്രകൃതി സൌഹൃദവും പ്ലാസ്റ്റിക് രഹിതവുമാക്കുന്നതിനായി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പേപ്പറും ക്രയോൺസും ഉപയോഗിച്ച് പതാക നിർമ്മിച്ച് എല്ലാ കുട്ടികളും സ്വാതന്ത്ര്യദിനത്തിലെ റാലിയിൽ പങ്കെടുക്കും. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,530 രൂപ, പവന് 52,240 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,183 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ റിപ്പോർട്ട് നൽകി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. ചാലക്കുടി കൂടപ്പുഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ വ്യാപാരി എലിഞ്ഞിപ്ര സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ചാവക്കാട് തിരുവത്രയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ നൽകും. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ മാർച്ച് നടത്തി. കർഷകർക്ക് ലഭിക്കാനുള്ളത് 10,5 കോടിയിലധികം രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.